നന്ദിയുണ്ട്. വലിയ ഉപകാരം വക്കീലേ. ഞങ്ങൾക്ക് ജാമ്യം വാങ്ങി തന്നല്ലോ. നന്ദി. നിങ്ങളാ എസ് ഐയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാ കൂടുതൽ പ്രശ്നമായത്. അത് പാടില്ലായിരുന്നു. അപ്പൊ ആ സാഹചര്യത്തെ അങ്ങനെ പറ്റിപ്പോയി വക്കീലേ. അതിനായി എസ് ഐ ഞങ്ങളെ രണ്ടാളെയും തല്ലി ചതച്ചു. ജാമ്യം കിട്ടിയെന്ന് കരുതി രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഐശ്വര്യ നിരപരാധിയാണെന്ന് കോടതിയെ തെളിയിക്കണം. ഇല്ലെങ്കിൽ ശിക്ഷ ഉറപ്പാ. നിരപരാധിയാണെന്ന് എങ്ങനെ തെളിയിക്കാനാ? ആ CCTV ഫുട്ടേജ് പോലീസിന്റെ കയ്യിലില്ലേ? അതാ പ്രശ്നം. എന്നാലാവുന്നത് ചെയ്യാം. പക്ഷെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കെത്ര വിശ്വാസം പോരാ. പിന്നിപ്പോ എന്ത് ചെയ്യും വക്കീലേ? CCTV ഫുട്ടേജ് സ്ട്രോങ് എവിഡൻസ് ആണ്. നോക്കാം നമുക്ക്. ഓക്കെ. മോളെ, നമുക്ക് ആ ജയേഷിനെ ഒന്ന് വിളിച്ചാലോ? എങ്ങനെയെങ്കിലും ആ തെളിവ് തട്ടിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ജയേഷിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാനാ മമ്മി? ജയേഷ് വിചാരിച്ച ഇപ്പൊ ഒന്നും നടക്കില്ല. സസ്പെൻഷനില്ല. എന്നാലും വിളിക്ക്. പോലീസിന്റെ ബുദ്ധിയല്ലേ, എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. വിളിക്ക്. എന്താ ഐശ്വര്യ പറയ്. ജയേഷ്, ഞാനൊരു വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക. എന്താ ഐശ്വര്യ, എന്താ പ്രശ്നം? അത് എന്നെ ആ ശ്യാമ ചതിച്ചു. ആ CCTV തെളിവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അടിച്ചു മാറ്റാൻ ജയേഷിന് പറ്റുമോ? കേസ് കോടതിയിലായില്ലേ, ഇനി അത് പ്രയാസമാ. അപ്പോ നടക്കില്ലേ? എന്തായാലും വേറെ വഴിയുണ്ടോന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ ഐശ്വര്യപ്പെടില്ലേ. ആ ശ്യാമ ഇതിനെല്ലാം കാരണം. ശ്യാമയുടെ കാര്യം വിട്ടേക്ക്. അവക്കുള്ള സമ്മാനം ഇപ്പൊ കൈയോടെ കൊടുത്തേക്ക്. എങ്ങനെ? നാളെയാ ശ്യാമയുടെ അവാർഡ് ഫംഗ്ഷൻ. എല്ലാം നമ്മൾ മുമ്പ് തീരുമാനിച്ചതുപോലെ നടക്കും. ശ്യാമ നാളെ ആ അവാർഡ് വാങ്ങില്ല. അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഞാനേ നാളെ ശ്യാമയുടെ അടുത്തേക്ക് പോവുക. ഐശ്വര്യ വീട്ടിലേക്ക് ചെല്ല്. TV ഒന്ന് ഓണാക്കി വെച്ചേക്ക്. പ്രശസ്ത ഗായിക ശ്യാമ തലയ്ക്ക് വെടിയേറ്റു മരിച്ചു എന്ന ബ്രേക്കിംഗ് ന്യൂസ് TV-യിൽ ഉടൻ കാണാം.
ശരി ജയേഷ്, ഞാൻ വിളിക്കാം. നാളെ കാണാം. മോളെ നിക്കവിടെ. മോളെ പറഞ്ഞു കേട്ടെ, അവിടെ നിക്കേ. കുട്ടി ഓടല്ലേ. എന്താ മുത്തശ്ശി, ശ്യാമേച്ചിയുടെ അവാർഡ് ഫംഗ്ഷന് ഞാനിങ്ങനെ ഡ്രസ് ഇട്ടാ മതിയോ? ആ ഇത് മതി, നന്നായിട്ടുണ്ടല്ലോ. മോളെ മോള് വന്നേ, സമയം വൈകി, പോവാൻ റെഡിയാവണ്ടേ? അമ്മ റെഡി ആയിക്കോ, ഞാൻ തനിച്ചൊരുങ്ങിക്കോളാം. ഇപ്പൊ എന്നെ കൊണ്ടത് പറ്റും. വേണ്ട മോളെ, ഞാൻ ഒരുക്കി തരാം. വേണ്ട അമ്മേ, ഞാൻ വലുതായില്ലേ, ഞാൻ തനിച്ചൊരുങ്ങ, അത് മതി. മോളെ. അശ്വതി, എന്താ അമ്മേ? ഞാൻ അഡ്വക്കേറ്റിനെ വിളിച്ചിരുന്നു. അരുണും ഐശ്വര്യയും തമ്മിലുള്ള ഡിവോഴ്സിന് കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും ആവുന്ന അഡ്വക്കേറ്റ് പറഞ്ഞത്. എന്തായാലും അതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കണം. ഇനി വൈകിച്ചുകൂടാ. ആ ഡിവോഴ്സ് ഒന്നും നടന്നു കിട്ടിയ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നിന്റെ അരുണിന്റെ വിവാഹം ആർഭാടായി തന്നെ നടത്തും. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. മോളെ ജീവിതത്തിൽ ഒരുപാട് വേദനിച്ചില്ലേ? ഞാനും മോളെ ഒരുപാട് വേദനിപ്പിച്ചു. ഇതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യാൻ പോവാ ഞാൻ. ഇനിയെങ്കിലും നിനക്കും ശ്രീകുട്ടിക്ക് സന്തോഷം വേണം. അരുണും നല്ലൊരു കുടുംബമായി സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഒരിക്കലും മോളെ വേദനിപ്പിക്കില്ല. അമൃതേടത്തി, ഇവിടെ നമ്മൾ രണ്ടുപേരും ഔട്ട്. അമ്മയ്ക്ക് പുതിയ മോളെ കിട്ടി. ശ്യാമേ, നമുക്ക് ഇത് തന്നെ വരണം. അതെ അതെ, കൊള്ളാലോ. ഇനി അങ്ങനെയുള്ള വർത്താനം പറയോ? കുറച്ചു കഴിയുമ്പോൾ എനിക്ക് അവാർഡ് മേടിക്കാനുള്ളതാ. ഇനി ഇങ്ങനെ എന്തെങ്കിലും പറയോ? ഇല്ല. ആ, അങ്ങനെ വഴിക്ക് വാ. ഇനി എനിക്ക് എന്ന് എപ്പോഴും എന്റെ 3 മക്കളും ഒപ്പം വേണം. അല്ലാതെ ഇനി പറ്റില്ല. മുത്തശ്ശി,
നമുക്ക് സ്റ്റേജിന്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കണം. ശ്യാമേച്ചി പാടുമ്പോ ആ ആക്ഷൻ ഒക്കെ എനിക്ക് കാണണം. അതിനെന്താ, ഇരിക്കാലോ. ഉം. ആഹാ, ഇപ്പൊ മുത്തശ്ശി മതിയോ? അപ്പൊ ഞാനൊന്നും വേണ്ടേ? ഉം. പിന്നെ അമൃതാന്റിയും വേണം. മുമ്പേ തന്നെ എന്നെ വലിയ ഇഷ്ടം അമൃതാന്റിക്കാ. ഉം. പിന്നെ ആദ്യങ്ങളും അമൃതാന്റിയും മുത്തശ്ശി എന്റെ അടുത്ത് തന്നെ വേണം. എല്ലാവരും അടുത്ത് തന്നെ ഇരിക്കാം. മോള് പോയി ശ്യാമി വിളിച്ചിട്ടോ. ശ്യാമ ഇപ്പോ കണ്ണന്റെ മുന്നില്. ആണോ? എന്നാ ശരി, മോള് നിൽക്കേ, ശ്യാമ വരട്ടെ. ഉം. എന്റെ കണ്ണ, നീ എന്നെ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കല്ലേ. എനിക്ക് സന്തോഷമായി കണ്ണ. എന്നാ പിന്നെ നിന്റെ സമ്മതത്തോടെ ഞാൻ അവാർഡ് വാങ്ങാൻ പോയിക്കോട്ടെ കണ്ണ. ഇതെന്താ ഇങ്ങനെ? പൂജ മുറിക്കാത്ത കാറ്റ്, ഇതൊരു ദുസൂചനയാണല്ലോ ഭഗവാനെ. കണ്ണോ, ഇതെന്ത് പരീക്ഷണ ഇത്? അരുതാത്തൊന്നും സംഭവിക്കല്ലേ. കൃഷ്ണ, സമയം ലേറ്റാവുന്നു. സമയമായി, കാർ വരട്ടെ. മോളെ, ആ ശ്യാമി എത്തിയല്ലോ. എന്നാ നമുക്കങ്ങ് പോയാലോ? ആ, കേറാം. ആരത്? മാഡം ഒഫീഷ്യലായിട്ട് അയച്ച കാറാ. മാഡത്തെ അവാർഡ് സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാ. മാഡം വരണം. അല്ല, കാർ അയക്കുന്ന കാര്യം അറിയിച്ചിരുന്നില്ലല്ലോ. സാറേ, ഞാൻ കുറച്ച് മുന്നേ ഇറങ്ങിയതാ, ബ്ലോക്കിൽ പെട്ടുപോയി. ഉം.
ഇപ്പൊ അവാർഡ് കമ്മിറ്റിക്കാരെ വിളിച്ച് എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. മാഡത്തെ പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ഇറങ്ങണം മാഡം, പ്ലീസ്. അവാർഡ് ഫംഗ്ഷൻ സ്ഥലത്തുനിന്ന് അയച്ച കാറല്ലേ? ശ്യാമയോ അക്കിയോ അതിൽ വാ. അല്ല, അഖിൽ സാർ എവിടെ? ആക്കി ഫോൺ ചെയ്തോണ്ടിരിക്കുക. ശ്യാമ കയറിക്കോ, നമുക്കിറങ്ങാം. വരൂ മാഡം, പ്ലീസ്. വരൂ. മുത്തശ്ശി, ഞാനും ശ്യാമേച്ചിയുടെ കാര്യം പൊയ്ക്കോട്ടെ? അല്ല അത് മോളെ. പ്ലീസ് മുത്തശ്ശി, പ്ലീസ്. പിന്നെ എന്നാ മോള് വേഗം ചെല്ല്, ലേറ്റ് ആക്കരുത് കേട്ടോ. ശ്യാമേച്ചി, ഇതിൽ ഞാനും ഉണ്ട്. അതിനെന്താ, മോള് കയറിക്കാം. അമ്മേ, എന്നാ നമുക്കങ്ങ് പോയാലോ? വാ പോ. വന്നേ. അഖി, എടാ ഫോൺ വിളിച്ചോക്കെ മതി, വന്ന് വണ്ടി കയറ്. ആ ദേ വരുന്നുട്ടാ. ഓക്കെ. ശ്രീകുട്ടിയെ ആ കാറിൽ, എല്ലാം ഒറ്റയടിക്ക്. എന്റെ ഭാഗ്യം. അമ്മേ വന്നേ. വാ. ഇവിടെ എല്ലാം സെറ്റ്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഓക്കെ, റെഡി ആയിക്കോ. ശരി സാർ. അല്ല, ഇതേത് വഴിയാ? ഇത് ഗോൾഫ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലേക്കുള്ള വഴിയാ. അല്ല, ഇത് അതെ സർ, ഷോർട്ട് കട്ടാ. സമയം വൈകി, വേഗം എത്തണം. അല്ല, എന്ത് പറ്റിയേട്ടാ? സ്റ്റാർട്ടാകുന്നില്ല. ശ്യാമേച്ചി, ഇത് വലിയ പ്രശ്നമായല്ലോ. സ്റ്റാർട്ടാകുമെന്ന് തോന്നുന്നില്ല. ബാറ്ററി കംപ്ലൈന്റാ. വല്ലാത്ത കുരുക്കായല്ലോ. മോളെ വാ, ഇറങ്ങ. ആ, ഇറങ്ങ.
അല്ല ഡ്രൈവർ ഇതെവിടെ പോയതാ? അറിയില്ല, ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ശ്ശേ, അയാൾ എന്താ ഈ കാണിച്ച? ഇവിടെ മറ്റ് വാഹനങ്ങളൊന്നും കിട്ടുമെന്ന് തോന്നില്ല. നമ്മുടെ സമയം ഒരുപാട് വൈകില്ലേ? ശ്ശോ. അല്ല, ടെൻഷൻ വേണ്ട സർ, ഞാൻ ആദ്യം ഒന്ന് വിളിക്കാം.